മാനന്തവാടിയിലാകെ 3 സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സര രംഗത്തുള്ളത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളല്ലാതെ അപരന്മാരോ സ്വതന്ത്രന്മാരോ ചെറു പാർട്ടി സ്ഥാനാർത്ഥികളോ ഇവിടെ മത്സരത്തിനില്ല. ജയരാജ് ബത്തേരി വിവരങ്ങൾ നൽകും. ജയരാജ്, ഗുഡ് മോർണിംഗ്. ഈ വളരെ അപൂർവമാണ് സാഹചര്യം. എന്താണെങ്കിലും അത് ഒരു കണക്കിന് മത്സരരംഗത്തേക്ക് നോക്കുമ്പോൾ ആകെ 3 സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ വോട്ടർമാർക്കും കൺഫ്യൂഷൻ ഇല്ല, സ്ഥാനാർത്ഥികൾക്കും കൺഫ്യൂഷൻ ഇല്ല. എന്താണ് അങ്ങനെ? എൽദോ, ഗുഡ് മോർണിംഗ്. ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി മണ്ഡലം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം കേന്ദ്രം പോലും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം എന്നും ഇതിനെ പറയാം. കാരണം അത് മറ്റൊന്നും കൊണ്ടുമല്ല, MP ഓക്കെ, മാനന്തവാടിയിലെ 3 സ്ഥാനാർത്ഥികൾ മാത്രമാണ് എന്നുള്ളതാണ് ജയരാജ് ആനന്ദ് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ കണക്ഷനിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രശ്നം. എന്താണെങ്കിലും എനിക്കൊന്ന് ജയരാജ് വീണ്ടും തയ്യാറായിരുന്നു. ജയരാജ്, കട്ടായി പോയിരുന്ന ഇടയ്ക്ക് തുടരാം. എൽദോ, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി മണ്ഡലം. പ്രത്യേകിച്ച് UDF-ന്റെ ഒരു ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. എന്തായാലും ഇവിടെ 3 സ്ഥാനാർത്ഥികൾ ആണ് ശക്തമായിട്ട്, അല്ലെങ്കിൽ ഒരു അപരന്മാരോ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സ്വതന്ത്രന്മാരോ ഒന്നും ഇവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാം. ഈ ഒരു മാനന്തവാടി മണ്ഡലം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേന്ദ്രം പോലും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മണ്ഡലം എന്നുള്ള പ്രത്യേകത ഈ ഒരു മാനന്തവാടി മണ്ഡലത്തിനുണ്ട്. എന്തായാലും ഇവിടെ ശക്തമായ 3 മുന്നണികളാണ് മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അപരന്മാരോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ആയിട്ട് ആരുമില്ല. ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ പോലും അതത്ര ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ 3 മുന്നണികളാണ് ശക്തമായും ഇവിടെ മത്സരിക്കുന്നത്. ഇവിടുത്തെ മന്ത്രി കൂടിയായിരുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആയിരുന്ന OR കേളോ LDF-ന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UDF-നായി ഉഷ വിജയൻ ആണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ NDA-ക്ക് ശ്യാംരാജ് എന്ന കാൻഡിഡേറ്റുമാണ് ഇവിടെ മത്സരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മാനന്തവാടി മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ UDF-ന്റെ ശക്തമായ ഒരു മണ്ഡലമായിരുന്നു ഈ മാനന്തവാടി മണ്ഡലം. എന്നാൽ 2016 ശേഷം, അതായത് 2 ടേമിൽ അത് LDF-ന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. 2011 അല്ലെങ്കിൽ ഈ നോർത്ത് മണ്ഡലം എന്നായിരുന്നു ഈ ഒരു മണ്ഡലത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ 2008 പുനർനിർണയത്തിന് ശേഷമാണ് 2011 മാനന്തവാടി മണ്ഡലം എന്നുള്ള ഒരു പേര് വന്നത്. ഈ മണ്ഡലത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ മാനന്തവാടി മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ഇവിടെ UDF ഏതാണ്ട് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ഇവിടെ വിജയിച്ചത്. എന്നാൽ അതിനുശേഷമുള്ള 2016 അതുപോലെ തന്നെ 2021 അത് LDF-ന്റെ കൈകളിലേക്കായി. എന്നാൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ശക്തമായ ഒരു പ്രചരണത്തിലാണ് UDF മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി ശ്യാംരാജ്, അദ്ദേഹം ഇടുക്കിക്കാരനാണ്, ഇവിടെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. 3 സ്ഥാനാർത്ഥികളേ ഉള്ളൂ, അവിടെ അപരന്മാരില്ല, അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. എന്നാണെങ്കിലും ത്രികോണ മത്സരമുണ്ടെന്നാണ് ജയരാജ് പറയുന്നത്. എന്നാണെങ്കിലും 2 സ്ഥാനാർത്ഥികൾ ശക്തന്മാരായി തന്നെ നിൽക്കുന്നു. ചെറുപാർട്ടി സ്ഥാനാർത്ഥികളിൽ ഒന്നും സാന്നിധ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള മത്സരം. ഒരുപാട് സ്ഥാനാർത്ഥികൾ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ ഒരുപാട് അപരന്മാരെയൊക്കെ പല സ്ഥാനാർത്ഥികളും പൊറുതിമുട്ടുമ്പോഴാണ് അവിടെ ഇത്തരമൊരു സംഭവം. എന്നാണെങ്കിലും രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.